N160, NS160, Apache 160 4V, Gixxer 155 ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും MT-യുടെ തട്ടത്താണ് തന്നെ ഇരിക്കും. ടോർക്ക് നിങ്ങൾക്ക് നോക്കാം, R15 നമുക്ക് കുറച്ചുകൂടി ഇനിഷ്യൽ ടോർക്ക് ഇത് ഫീൽ ചെയ്യും. അല്ലേ, രണ്ടുപേരെ വെച്ചിട്ടാണെങ്കിലും എനിക്ക് നല്ല ആ ഒരു പഞ്ച് കിട്ടുന്നുണ്ട് ഈ ഒരു എഞ്ചിന്റെ ഭാഗത്തുനിന്ന്. ഇത് R15 സെയിം എഞ്ചിനാണ് വെച്ചേക്കുന്നത്. ബാക്കിലത്തെ സ്പ്രോക്കറ്റ് കൂട്ടി, അപ്പോൾ പിന്നെ ടോർക്കും പരിപാടികൾക്കും അകത്ത് ബോട്ടം എൻഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ വേണ്ടെന്നേ, അതിനങ്ങനെ ട്രാക്ഷൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ടോർക്കൊന്നും ഇല്ലടാ. എത്ര പോയാലും 14 ആണ് ക്രാങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക്. പെർഫെക്റ്റ് ബൈക്കാ. എന്തിന്? എല്ലാം കൊണ്ടും പവറിന് പവറും, മൈലേജിന് മൈലേജ്, സ്പോർട്ടിനെസ്. റോണിന് ഓടിച്ചിട്ട് ഇതിലോട്ട് കയറുമ്പോൾ നിനക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെ തോന്നില്ല. കാരണം റോണിന് എനിക്ക് ഈ ഒരു സ്പേസിൽ ടൈർ എടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല പാടാണ്. ഇതങ്ങനല്ല, എനിക്ക് റോഡിന്റെ പകുതി പോലും സ്പേസ് വേണ്ട ഈ വണ്ടിയെ യൂട്ടേൺ അടിക്കാൻ, അതും പ്ലസ് പില്യൺ. MT-15 ഈ വണ്ടി ഇറങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. വൈ? ലുക്ക്, മൈലേജ്, പെർഫോമൻസ് എല്ലാം കൊണ്ട്, പ്രത്യേകിച്ച് ലുക്ക്. ഇങ്ങനത്തെ ലുക്ക് വേറെ ഇത്രയും പ്രോപ്പർ സ്ട്രീറ്റ് നേക്കഡ് ലുക്കിൽ വരുന്ന ഒരു വണ്ടിയാണ്. അതായത് ആ ലുക്ക് മാത്രമല്ല, പർപ്പസും അതുപോലെ തന്നെ വണ്ടിയാണ്. ആ ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്റർ എങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ആദ്യം ഇറങ്ങിയ വേർഷനൊക്കെ കുറെ നമ്മൾ കുറെ സാധനങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നു. ഈ USD ഫോക്ക് ഓൾറെഡി ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പൊ അവിടെ ഇതിൽ ഫുള്ളി ലോഡായിരുന്നു വണ്ടി. ഇന്റർനാഷണൽ മാർക്കറ്റ് 15 ഉണ്ടായിരുന്നു. ഞാൻ അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല. അല്ല, ഇത് ഓൾറെഡി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം അതിൽ USD ഫോർക്ക് ഇല്ലായിരുന്നു. നമുക്ക് ആദ്യം വന്നതിനകത്തൊക്കെ സ്ക്വയർ ട്യൂബ് സ്വിംഗ് ആമായിരുന്നു, സിംഗിൾ ചാനൽ ABS ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറെ അതിൽ ഈ കളർ സ്കീംസ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ കുറെ നമ്മൾ മിസ് ഔട്ട് ചെയ്തു. പക്ഷേ ഇപ്പം ലാസ്റ്റ് അപ്ഡേറ്റ്സ് പ്രോപ്പറായിട്ട് യമഹോ എടുത്തു. എന്തൊക്കെയായിരുന്നു MTക്ക് വേണ്ടത് ആ സാധനങ്ങൾ മൊത്തം വണ്ടിക്ക് അതിട്ടുണ്ട്. 37mm ഫ്രണ്ട് USD ഫോർക്ക് വന്നിട്ടുണ്ട്, ബാക്ക് മോണോഷോക്ക് ആണ്. അതുപോലെ തന്നെ അലുമിനിയം സ്വിംഗ് ആം വന്നിട്ടുണ്ട്. R15 പോലെ തന്നെ ഡുവൽ ചാനൽ ABS വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്. അതുപോലെ തന്നെ ഈ കളറിങ് ഇതിപ്പം ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വീലിൽ നമുക്ക് ഈ കളേഴ്സ് വരുന്നതും. അതുപോലെ തന്നെ സ്വിച്ച് ഗിയേഴ്സിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. 10 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് LED വന്നേക്കുന്നത്. ഏറ്റവും ബേസ് വേരിയന്റ് 2 കളേഴ്സ് വരുന്നുണ്ട്, ബ്ലാക്കും പിന്നെ ഒരു നോർമൽ ആ ഒരു ബ്ലൂ കളർ വരുന്നത്. ആദ്യത്തെ ആ ഒരു വർഷന്റെ കളർ ഉണ്ടല്ലോ, ആ കളറും. ടോട്ടൽ എത്ര വേരിയന്റ് ഉണ്ട്? ഇത് 8 കളേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 കളേഴ്സിന് നമുക്ക് ബേസ് വേരിയന്റ് ആയിട്ട് കൂട്ടാം. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ പ്ലസ് വീൽസും നമ്മുടെ ബ്ലാക്ക് ആയിരിക്കും. അതായത് ആദ്യത്തെ ഇറങ്ങിയ MT 2 കളറിലാണ് ഉണ്ടാകുന്നുള്ളൂ, ബ്ലാക്കും ഒരു മാറ്റ് ബ്ലൂ കളർ. ആ 2 കളേഴ്സ് ആണ് ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കളർ വീലിൽ കളർ വരുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ മുകളിലോട്ടുള്ള വേരിയൻസ് ആണ്. അതിപ്പം ഇതും ഏറ്റവും ബേസ് തമ്മിലൊരു 4500-5000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. കളർ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് ഗിയറിൽ വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് ഇന്റർഗേറ്റർ സ്റ്റാർട്ടർ സ്വിച്ച് വരുന്നത്, മറ്റേ നോർമൽ ടൈപ്പ് കിൽ സ്വിച്ചും സ്റ്റാർട്ട് ബട്ടണും സിംഗിൾ സ്റ്റാർട്ടർ. ഇതിൽ സിംഗിൾ ടച്ച് ആണ്. ഇതിൽ തന്നെ വന്നിട്ട് കൊടുക്കുക ചെയ്യുന്നത്. മറ്റേത് ഇത് കിൽ സ്വിച്ച് ആയിട്ട് മാത്രമേ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. മറ്റേ സ്റ്റാർട്ടർ ബട്ടൺ അതിന് താഴെ വരുന്നത്. വലിയ കാര്യമൊന്നുമല്ല, ചേഞ്ച് ആയിട്ട് ഞാൻ പറഞ്ഞാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ടയേഴ്സ് എല്ലാം സെയിം ആണ്. ഫ്രണ്ടിലും 100 സെക്ഷനും ബാക്കിൽ 140 സെക്ഷനും എടുത്തേക്കുന്നത്. ബാക്ക് റേഡിയൽ ടയർ ആണ് വന്നിരിക്കുന്നത്. പ്രൈസിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ. പ്രൈസിന് ഇല്ല, 5000 രൂപ വ്യത്യാസമുള്ളൂ. അത് ഓൺ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിനും GP എഡിഷനും ഓൺ റോഡ് വരുന്നത് 2,22,000 രൂപ. 2,22,284 രൂപ ഓൺ റോഡ് പ്രൈസ്. ഓൺ റോഡ് ബേസ് വരുമ്പോഴത്തേക്ക് 2,16,750 2,14 വരും. 2,16 അതാണ്. ഇതിനെ എനിക്ക് ഡീലക്സ് എന്നാണ് അവർ വിളിക്കുന്നത്. ഇതൊരു ഡീലക്സ് എന്നാണ് പ്രൈസ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന പ്രൈസ്. പക്ഷേ യമഹയുടെ സൈറ്റിൽ അങ്ങനെ ഡീലക്സ് എന്ന് അങ്ങനെ ഇവർക്കൊരു വേറൊരു കളറില്ല, ഒരു ക്രീം ബ്ലൂ കളർ ടൈപ്പ് ഉള്ള ഒരു ബ്ലൂ ഉണ്ട്, സയൻ കളർ ഉണ്ട്. അതിന്റെ ഭയങ്കര പെപ്പി കളറാണ്. MT ഭയങ്കര കളർഫുൾ ആണ്. അങ്ങനെ നോക്കും ഭയങ്കര അത് മാത്രമേ ഉള്ളൂ കളർ ഇഷ്ടമല്ല. സ്റ്റാൻഡ് ഔട്ട് ആണ്. ലൈം ഗ്രീൻ ഉണ്ട്, അങ്ങനെ ഭയങ്കര കളേഴ്സ് ഇതുപോലെ ഓറഞ്ച് അല്ല, ഭയങ്കര ബ്രൈറ്റ് പെപ്പി കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി നല്ല കാണാനും അതുപോലെ ലുക്കാണ്. ആ ഒരു MT. പിന്നെ ആ ഒരു അഗ്രസീവ് സ്റ്റാൻഡ്സ് വരുന്നുണ്ട് ഡിസൈനിൽ. ആ ഒരു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോൺ വിക്കിന്റെ മൂവീസിനകത്ത് അത് MT എന്തോ ലുക്ക്, ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ MT. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന MT ഭയങ്കര ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് അവർ ഭയങ്കര വല്ലാണ്ട് മാറ്റിക്കളഞ്ഞിട്ട്. അപ്പൊ ഡിസൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഇന്ന് നമുക്ക് ഈ വണ്ടി റിവ്യൂനായിട്ട് തന്നിരിക്കുന്നത് ഭാരത് യമഹ തിരുവല്ലയാണ്. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യമഹ ഷോറൂംസ് ഒന്നാണ് അവർ. കേരളത്തിലെ ആദ്യത്തെ പുതിയ R3 ഇറക്കിയത് ആ ഷോറൂമിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് യമഹയുടെ 2 വീലേഴ്സിനെ സംബന്ധിച്ചുള്ള എന്ത് കാര്യങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എന്തും ആയിക്കോട്ടെ. കോൺടാക്ട് ഡീറ്റെയിൽസും ഷോറൂമിന്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2 പേര് വണ്ടിയിൽ ഇരിപ്പുണ്ട്. സതീശന്റെ പുറകെ ഇരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ വെയിറ്റ് ഒരു 65 കിലോ വരും, അവനൊരു 180 കിലോ എടുത്തുകൊണ്ട് ഒരു 35 കിലോളം വെയിറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 145 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് 141 കിലോയാണ്. സോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഫീൽ തന്നില്ല. ഭയങ്കര ഷോർട്ട് ഫുട്ടഡ് ആയിട്ടുള്ള മോട്ടോർസൈക്കിളാണ്. 1325 mm ഉള്ളതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇങ്ങനെ മാനുവർ ചെയ്യാനും പിന്നെ ഇതാ ഇവിടെ യൂ ടേൺ അടിക്കുമ്പോഴാണ് നോക്കുന്നത്. എൻ്റെ പുറകിൽ ഒരാളുണ്ടെങ്കിൽ കൂടി എനിക്ക് അത്ര ഹെവി ഫീൽ വണ്ടി ഭയങ്കര ഒരു ചെറിയ വണ്ടി തിരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ്, ഒരു കളിപ്പാട്ടം ഫീലാണ്. ടോർക്ക് നിങ്ങൾക്ക് നോക്കാം, R15 നമുക്ക് കുറച്ചുകൂടി ഇനിഷ്യൽ ടോർക്ക് ഇതിൽ ഫീൽ ചെയ്യും. കണ്ടില്ലേ, രണ്ടുപേരെ വെച്ചിട്ടാണെങ്കിലും എനിക്ക് നല്ല ആ ഒരു പഞ്ച് കിട്ടുന്നുണ്ട് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന്. ഒരു 6000 7000 നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സ്ട്രെസ്സും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് 6th ഗിയർ വരെ പോകുന്നതാണ്. 6th ഗിയറിലും 6000 RPM കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 79-80 km/h നമുക്ക് ക്രൂസ് ചെയ്ത് നടക്കാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര നിമ്പിളാണ് വണ്ടി. പെട്ടെന്ന് നമുക്ക് ആ ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ നടക്കും. അതുപോലെ തന്നെ ഒട്ടും എഞ്ചിൻ സ്ട്രെസ്ഡ് അല്ല ഈ ഒരു കീറ്റ്സിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പവർ കൊണ്ടൊന്ന് കയ്യിലിരിക്കുകയാണെന്നുണ്ടെങ്കിലല്ലേ സ്പീഡ് ഗെയിൻ ആവുന്നുണ്ട് വണ്ടി അത്യാവശ്യം. ഈ ഒരു ക്ലാസ്സിലെ മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പെപ്പി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. ഈസി ആയിട്ട് 90 സ്പീഡ്സ് ഒക്കെ കയറി 7000 RPM നമുക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 9ൽ നമുക്ക് ഓൾ ഡേ ഇതിലിങ്ങനെ ക്രൂസ് ചെയ്ത് നടക്കാനും പറ്റും. നമ്മൾ ഇതിൽ ഏത് ലൈൻ എടുക്കണോ അത് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ വണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്. ഇനി ബ്രേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും വരുന്നുണ്ട്. സോ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ തന്നെ നല്ല സ്മൂത്താണ്. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ്. ഒറ്റ വേറലിൽ വേണമെങ്കിൽ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഈ ഒരു വേറലിൽ എനിക്ക് ഇങ്ങനെ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാം. അമ്മാതിരി ലൈറ്റ് ക്ലച്ചാണ്. ഇപ്പോൾ 7 തന്നെയാണുള്ളത്. നമുക്ക് ഇത്രയും സ്ലോയിൽ പോയി നോക്കാം. നമ്മൾ ഏകദേശം 2500 RPM 7ലാണ് ഒരു 20 km സ്പീഡിലുള്ളൂ. ബാക്കിൽ ഒരാളും കൂടി ഇരിപ്പുണ്ട്. തിരിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ നോക്കിങ്ങും ഇല്ല, നൈസായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സിറ്റിയിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. അതേസമയം കൈ ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ പോർട്ടിലിട്ട് നമുക്കൊന്ന് പുള്ളി ചെയ്ത് നോക്കാം. അപ്പോൾ VV ആക്ടിവേറ്റ് ആയി. സോ ആ ഒരു അഡീഷണൽ ബൂസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ വെച്ചിട്ടാണ് ഈ ഒരു 93 പോകുന്നത്. നല്ല റിഫൈൻഡ് ആണ്, നല്ല റിഫൈൻഡ്. ഡൗൺ ഷിഫ്റ്റ് ഒക്കെ അടിപൊളി കേട്ടോ. അത്യാവശ്യം ഒരു സ്റ്റിപ്പ് സസ്പെൻഷൻ സെറ്റപ്പ് വരുന്ന ഒരു ബൈക്കാണിത്. എസ്പെഷ്യലി ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ. കാരണം മാക്സിമം ഫീഡ്ബാക്ക് ടയറിന് നമുക്ക് തരിക, ഹാൻഡ്ലിങ് ബെറ്റർ ആക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഈ ഒരു വാഹനത്തെ യമഹ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം സ്റ്റിഫാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ സഗീഷ് ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കട്ടിങ്സ് ഒക്കെ തന്നെ നല്ല രീതിക്ക് ബാക്കിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് അധികം പാഡിങ് നമുക്ക് വരുന്നില്ല. അതേപോലെ ഇച്ചിരി നാരോ ആയിട്ടുള്ള സീറ്റ് കൂടിയാണ്. അപ്പോൾ സിറ്റി റൈഡിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 50 km 100 km റൈഡിങ്ങിലൊന്നും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരാൻ പോകുന്നില്ല. പക്ഷേ അതിന് മുകളിലേക്കുള്ള റൈഡിങ് സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്സ് എടുക്കാനും വേണ്ടിയിട്ട് തോന്നിപ്പിക്കും. അതുപോലെ തന്നെ പില്ലണ അത്രയ്ക്ക് സ്പേസ് ഇല്ല. ഇപ്പോൾ പില്ലണ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ നല്ല അടുത്താണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയ്ക്ക് അധികം സ്പേസ് ഇതിൽ കിട്ടില്ല. ടാങ്ക് നല്ല അടിപൊളി ഡിസൈനാണ്. നമുക്ക് നന്നായിട്ട് വണ്ടിയിൽ ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ടാങ്കിൻ്റെ ഡിസൈനാണ്. അതുപോലെ തന്നെ എൻ്റെ ഫുഡ് പാക്ക് ആണെങ്കിൽ തന്നെ എനിക്ക് നന്നായിട്ട് കറക്റ്റ് ആ ഒരു സ്പോർട്ടിനെസോടുകൂടി ഇരിക്കുക. എന്നാൽ എൻ്റെ അപ്പർ ബോഡി വളരെ റിലാക്സ്ഡ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് നല്ല സ്പോർട്ടീവായിട്ട് ഓടിക്കാം, എന്നാൽ ഞാൻ റിലാക്സ്ഡ് ആണ് ഈ ഒരു വണ്ടി എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എത്ര വെയിലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ വളരെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഇതിൽ എല്ലാ ഇൻഫർമേഷൻസും നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ബ്രേക്സ് നോക്കാം. അല്ലേ, അടിപൊളി ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിൽ എനിക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് പറയില്ല. എനിക്ക് ആകെ കംപ്ലയിൻറ്റ് പറയാനുള്ള ആ ഒരു ടയറാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് MRFൻ്റെ നോർമൽ ടൈപ്പ് ടയറാണ്. ഇതിൽ എന്തായാലും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രിപ്പുള്ള ഒരു ടയറിലോട്ട് മാറിക്കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്കിംഗ് ആയിരിക്കും. നല്ലപോലെ പിടിക്കാൻ അറിയാവുന്നവരൊന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ഇതിൽ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും പുറകിൽ ഇരുന്നിട്ട് പുറകിൽ ഭയങ്കര ഷോക്കാണ്. അത് മാക്സിമം ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ഇല്ലാത്ത കാരണത്തല്ലേ ഷോ ഉണ്ട്. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. എനിക്ക് ഫ്രണ്ടിൽ ഹഗ് ചെയ്യാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹഗ് ചെയ്ത് തന്നെ ഇരിക്കണം. ബാങ്കിൽ തന്നെ പിടിക്കണം, ആളെ പിടിക്കണം. അല്ലാതെ നടക്കുന്ന പരിപാടിയല്ല. അത് കറക്റ്റ് എൻ്റെ ഇങ്ങനെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. പരിപാടി നടക്കൂല. അത് ഗേൾസിന് അമ്മമാരെ സെറ്റ് ആവത്തില്ല. അത് പക്ഷെ ബാക്കിലുണ്ടല്ലോ ഇപ്പം നിന്റെ പെങ്ങളോ അപ്പം നിന്റെ ഗേൾ ഫ്രണ്ട് അങ്ങനെ നമ്മുടെ സെയിം പ്രായമോ അല്ലേ, അതുപോലത്തെ ഉള്ളൊരു കുഴപ്പമുണ്ടോ? ഹഗ് ചെയ്തിരിക്കണം. ഹഗ് ചെയ്തിരിക്കുക, കെട്ടിപ്പിടിച്ചിരിക്കുക, ഒരു കുഴപ്പവും വരത്തില്ല. എന്നാലും അത് ഒരു ടൈം കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇവിടെ സ്റ്റിഫ്നെസ് വരും. ഭയങ്കര സീനാണ്. പിന്നെ ബാക്കിൽ എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഉണ്ട്, ഒരു എന്തോ റാക്കോ ലഗേജ് റാക്കൊക്കെ പിന്നെയും കുഴപ്പമില്ല. എൻ്റെ പുറത്തൊരു ബാഗും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ബാക്കി ഇരിക്കുന്നത് സ്പേസ് ഇല്ല ഇവിടെ, ഒട്ടും ഒരു ശകല സ്പേസ് ഇല്ല. സിംഗിൾ റൈഡറാണ്, സുഖമാണ്. ഈ ലഗേജ് കാരിയർ വെച്ചിട്ട് ഈ ലഗേജ് ഒക്കെ വെച്ച് പോകുക, എത്ര വേണമെങ്കിലും പോകും. ബാക്കി തരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഈ മീറ്റർ കൺസോൾ ഇത് കട്ടയ്ക്ക് വെയിലടിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ബ്രൈറ്റ്നെസ് കൂടുക മീറ്ററിന്റെ. അതെന്തോ അഡാപ്റ്റീവ് ആണ്. ഗുണം അതാണ്.
അത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ലെറ്റേഴ്സ് വൈറ്റിലും വരുന്നതിന്റെ ഗുണം അതാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഹാർഷ് കണ്ടീഷനിലാണ് വിസിബിൾ ആണ്. ഇത് വെയിൽ കൂടുന്നതിന്റെ അനുസരിച്ച് ഇത് പിന്നെയും ബ്രൈറ്റ് ആവും. അത് പൊളി സാധനമായിരുന്നു. പില്ലിയനായിട്ട് അത്ര ദൂരം പോകായിരിക്കും. 50-60 ഇപ്പോഴത്തേനും മടുക്കൂടാ, പെട്ടെന്ന് മടുക്കും. പാക്കിയിരിക്കും, നിങ്ങളും മടുക്കും. ഓടിക്കുന്നവന്റെ മണ്ടയിലോട്ട് ചാരി കിടക്കണം വേണം. 2025 അപ്ഡേറ്റ്സ് എങ്ങനെ 25 അങ്ങനെ കാര്യമായിട്ട് അപ്ഡേറ്റ്സ് OBD 2B ആയി. പിന്നെ ഓൾറെഡി കാലക്രമേണ അവർ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ് ബാക്കി നമ്മൾ ഈ കണ്ടേക്കുന്നത് എല്ലാം. 10 ഇൻഡിക്കേറ്റേഴ്സ് LED ആണെങ്കിലും ബാക്കി ഈ ഡുവൽ ചാനൽ ABS അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കാര്യമായിട്ട് 25 ഇന്നേന്നും പറഞ്ഞൊരു സാധനം ഇല്ല ഇതിനകത്ത്. ഓക്കെ, എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് തന്നെ ക്യാരി ഫോർവേഡ് ആയിട്ട് പോകുന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ബൈക്കാ. എന്തിന് എല്ലാം കൊണ്ടും പവറും മൈലേജ് സ്പോർട്ടിനെസ് ലോങ് പോകണേ ലോങ് എത്ര ദൂരം പോകും. ലോങ്ങിന് ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കിത് ഫൈനാണ്. ലോങ്ങിന്റെ ഒരു പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഒന്ന് സീറ്റ് ഇച്ചിരി ഹാർഡ് സ്പോർട്ടിന്. ഞാൻ വല്ല ജെൽ സീറ്റും എല്ലാം വെച്ച് സെറ്റ് ആക്കി. ഓക്കെ, അത് ഇത്ര ബൈക്ക് ആയിട്ട് എനിക്ക് പറ്റും. R15 അത് പറ്റത്തില്ല. ഈ നൂണായിരിക്കുന്നത് എനിക്ക് R15 റിഫൈൻഡ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ലോ റബ്ബിലാണ് കിടന്ന് കളിക്കുന്നത്. അത് സ്വീറ്റ് സ്പോട്ടിലാണ് വണ്ടി നിൽക്കുന്നത്. നമുക്ക് നല്ല ഒരു സ്വീറ്റ് സൗണ്ട്, ആ ഒരു ടോർക്ക് ഡെലിവറി, റിഫൈൻമെന്റ് എല്ലാം കിട്ടുന്നുണ്ട്. സിംഗിൾ സിലിണ്ടറിന്റെ ഒരു തരിപ്പ് എന്തായാലും വരും. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടിയാണ്. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അത്രയും നിനക്ക് അങ്ങ് സ്മൂത്ത് അല്ല. പക്ഷേ റിഫൈൻമെന്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നീ ഹൈ റബ്ബിലോട്ട് പോയെന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര കാമായിട്ട് പെർഫോമൻസ് വരും. അതായത് എഞ്ചിന് പിടിക്കുന്ന ആ ഒരു ഫീൽ ഒന്നും നിനക്കില്ല. നിനക്ക് നല്ല കാമായിട്ട് വണ്ടി കയറും സുഖമായിട്ട്. പ്ലസ് മറ്റേ VVAയും കൂടെ ഉള്ളത് കാരണം അല്ലാണ്ട് 7000. പക്ഷേ VVA എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് R15. കാരണം R15 അത്രയും ബോട്ടം എൻഡോ മിഡ് റേഞ്ചോ ഇല്ല. അപ്പം നിനക്ക് സുഖമായിട്ട് അത്ര ആ ഒരു പവറില്ലായ്മയിൽ നിന്നും പവറിലോട്ട് വരുമ്പോഴത്തേക്ക് നിനക്ക് ആ ഒരു ബൂസ്റ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ അങ്ങനല്ല. നിനക്ക് ഓൾറെഡി ആ ടോർക്ക് ഉണ്ട്. പക്ഷേ VVA ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് വണ്ടി കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവുകയാണ്. ഹയർ റബ്സിലോട്ട് നീ എന്നെ കൊണ്ടുപോക്കോ എന്നുള്ളൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഇത് 110, 120 ഒക്കെ ക്രൂസ് ചെയ്യാൻ 110, 120 ക്രൂസിങ് നീ ഇതിൽ നോക്കരുത്. കാരണം ഇതിന്റെ സ്പ്രോക്കറ്റിംഗ് കൂടെ വലുതാണ്ട് R15 അത്രയും കാമല്ല ആ RPMസിൽ. നീ ഓൾറെഡി ഒരു 90 to 100 ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ 7000 RPM അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു RPM റേഞ്ചിൽ ഇത് അത്ര എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. 90 ഭയങ്കര സ്വീറ്റാണ്. ഹൈവേസിൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ 100ലും പുഷ് ചെയ്യാം. 100 ഓടിച്ചാലും വലിയ കുഴപ്പമില്ല. അതിന് മുകളിലോട്ട് വണ്ടി ഒന്നാമത് വിൻ ബ്ലാസ്റ്റ് തുടങ്ങും. രണ്ടാമത്തെ കാര്യം ഒരു ഗിയറിങ് ഇച്ചിരി ഷോർട്ടാക്കിയതുകൊണ്ട് തന്നെ നിനക്ക് വണ്ടി അത്രയും ഹൈ റബ്സിലോട്ട് ടോപ്പ് സ്പീഡിലോട്ട് അത്രയും കാമായിരിക്കത്തില്ല. R15 കമ്പയർ ചെയ്യുമ്പോൾ N160, NS 160, അപ്പാഷെ 160 4V, Gixxer 155 ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും MGയുടെ തട്ടതാണ് തന്നെ ഇരിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ പ്രൈസും അതുപോലെയാണ്. ആ വണ്ടികളൊക്കെ നിനക്ക് ഇതിനേക്കാളും ഒരു 40,000 രൂപയും കൂടെ കുറവിലായിരിക്കും കിട്ടുന്നത്. ക്ലിയർലി 40,000 to 50,000 റുപ്പീസിന്റെ വ്യത്യാസമുണ്ട് പ്രൈസിങ്ങിൽ ആ വണ്ടികളുടെ. ഇവിടെ നീ അത്രയും കൂടെ എക്സ്ട്രാ കൊടുക്കുമ്പോഴത്തേക്ക് നിനക്ക് എത്രയും പെർഫോമൻസും ഫീഡ്ബാക്കും റിലയബിലിറ്റി എല്ലാം വരുന്നുണ്ട്. റിലയബിലിറ്റി പിന്നത്തെ കാര്യം അതൊക്കെ യമഹ എന്നൊരു സാധനം. പക്ഷേ പെർഫോമൻസ് നീ 50,000 എക്സ്ട്രാ പേ ചെയ്യുമ്പോൾ നിനക്ക് തീർച്ചയായിട്ടും ആ ഒരു ഓക്കെ ഞാൻ 50 കൊടുത്തതിനോടുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ്, ക്ലിയർ ഡിഫറൻസ് നിനക്ക് ഫീൽ ചെയ്യും ആ ബാക്കി വണ്ടികളിൽ നിന്ന്. നീ മൈലേജ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇല്ല, സുഖമായിട്ട് 50-55 കിലോമീറ്റർ മൈലേജ്. അത് ഇതിന്റെ ആ ഒരു R15 അത്രയും നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ MGക്ക് നിനക്ക് അതിൽ നന്നായിട്ട് കിട്ടും. നീ നോർമൽ രീതിയിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓടിച്ച് റൂമിൽ മറ്റേ ചേട്ടൻ പറഞ്ഞില്ലേ പുള്ളിക്ക് 60 അടുത്ത് കിട്ടും. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വണ്ടി കാണുന്നുണ്ടെങ്കിൽ നല്ലപോലെ സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് 60 അടുത്ത് കിട്ടും. കാരണം ആ ഒരു യമഹയുടെ അവരുടെ നമ്മൾ R15 വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡൈ സിലിക്ക കാസ്റ്റ് അലുമിനിയം പിസ്റ്റണും ഇന്റേണൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എഞ്ചിൻ വൈസ് ഇത് ടെക്നോളജി വൈസ് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ 160 സെഗ്മെന്റ് വരും. പക്ഷേ ആൾക്കാർ ഇതിനെ കമ്പയർ ചെയ്യുന്നത് N200, അതെ N250, Gixxer 250. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും പെർഫോമൻസ് ഫിഗറോ അതിൻ്റെ അത്ര ആക്സലറേഷൻ ഫീലോ ഇതിന് കിട്ടത്തില്ല. NS200 അത്ര എന്തായാലും അതില്ല. NS200 Gixxer ആണെങ്കിലല്ലോ അതിനെല്ലാം ടോർക്ക് കൂടുതലാണ്. അല്ലേ, N250 ഒക്കെ കുറെ കൂടെ ഇതിന്റെ ലെവലല്ലേ ഉള്ളൂ. അതിന് നല്ല ടോർക്കുണ്ട്. നിനക്ക് ആദ്യം ഇനിഷ്യൽ പഞ്ച് എപ്പോഴും ആ വണ്ടികളിലെ ഫീൽ ചെയ്യുള്ളൂ. പിന്നീട് ഉള്ള സ്പീഡ്സിലാണ് ഇത് കുറച്ച്, അതായത് ഇത് അതിൻ്റെ കൂടെ എല്ലാം പിടിച്ച് നിൽക്കും. അത് ഞാൻ ബീറ്റ് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, കൂടെ MD അതിൻ്റെ കൂടെ നിന്നോളും. അത് ക്യൂബിക് കപ്പാസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിലും അതേ പെർഫോമൻസിൻ്റെ അടുത്ത് തന്നെ ഇതിനും വരാൻ പറ്റും. അത് പൊളിച്ചോടിച്ച് അവരുടെ കൂടെ പിടിക്കുകയും ചെയ്യാം. നിനക്കായിരിക്കും അന്നത്തെ ദിവസം നോക്കുമ്പോൾ മൈലേജ് കൂടുതൽ. എങ്ങനെയുണ്ട് അത് നൈസാ, നല്ലൊരു ഫീലിംഗ് ആണ്. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് വേണേൽ പറയാം. 160 മൈലേജും കിട്ടും, 200 അടുത്തുള്ള ഒരു പെർഫോമൻസ് നിനക്ക് കിട്ടും. പിന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് ഈ കളത്തിൽ വേറൊരാളും കൂടെ കയറിയിട്ടുണ്ട്. അത് NS 400 ആണ്. അതാ പ്രൈസ് വെച്ച് അത് ഭീകരനാണ്. അത് പ്രൈസ് കൊണ്ടേ ഇതുമായിട്ട് കമ്പാരിസൺ വരത്തുള്ളൂ. ഭീകരന്റെ കൊടുംഭീകരനാണ്. അത് നിനക്ക് ആ പ്രൈസിന് തരുന്ന സാധനം അത് വിഷയമാണ്. പ്രത്യേകിച്ച് ഇനി ഇപ്പം വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് കാരണം പിന്നെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇച്ചിരി 5-10 കൂടിയാലും കുഴപ്പമില്ല, എന്നാലും ലാഭമോ. അപ്പം അതുമായിട്ട് ഇതിനെ കമ്പയർ തന്നെ ചെയ്യണ്ട. നോക്കുക, അതുമല്ല ഇത് ബിഗിനർ ബൈക്കാണ്. അത് അത്രത്തോളം ബിഗിനറും അല്ല. അത് നല്ല ഒരു പവർഫുൾ വെപ്പണാണ്. പിന്നെ ഹാൻഡ്ലിങ്
വിഷയമാണ് വണ്ടി. അതായത് റോണിന് ഓടിച്ചിട്ട് ഇതിലോട്ട് കയറുമ്പോൾ നിനക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെ തോന്നില്ല. കാരണം റോണിന് എനിക്ക് ഈ ഒരു സ്പേസിൽ ടൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല പാടാണ്. ഇതങ്ങനല്ല, എനിക്ക് റോഡിന്റെ പകുതി പോലും സ്പേസ് വേണ്ട ഈ വണ്ടിയെ യൂട്ടേൺ അടിക്കാൻ. അതും പ്ലസ് പില്ല് സിറ്റിയിലൊന്ന് ട്രാഫിക് കൊണ്ട് നിർത്തിക്കാൻ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ എടുക്കാൻ. ഇത് നിനക്ക് എങ്ങോട്ട് പോകണം നീ ചിന്തിച്ചാൽ മതി, വണ്ടി നിന്നെ കൊണ്ടുപോകും. അതുപോലത്തെ ഒരു ഹാൻഡ്ലിങ്. അതുപോലെ നമ്മൾ ഇരിക്കുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഹാൻഡിൽ നമ്മളുമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ല. കറക്റ്റ് വണ്ടിയുടെ മണ്ടൊക്കെ അയക്കുന്നത്. ഇങ്ങനെ തിരിയണം, ഇങ്ങനെ തിരിയാം. നീ അധികം പോസ്റ്റർ ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് അത് കിട്ടത്തില്ല. ഓപ്പൺ അപ്പ് ആയിട്ട് ഇരിക്കുക. കാരണം വലിയ ഹൈ സ്പീഡ്സിൽ പോകുന്നില്ല. അങ്ങനെ ഇത് ഓടിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഹൈ സ്പീഡ്സിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഹൈ സ്പീഡ്സിൽ നോർമലി പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഹൈ സ്പീഡിൽ നീ പെട്ടെന്നൊരു ഡയറക്ഷൻ ചെയ്താൽ ഒന്ന് വണ്ടി അൺസെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അത് വീൽ ബേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമാണത്. 1325 ഉള്ളൂ ഇതിൻ്റെ വീൽ ബേസ്. R15 സിമിലർ വീൽ ബേസ് തന്നെ. പക്ഷെ R15 നീ ആ പോസ്റ്റർ കൊണ്ട് കുറച്ചും കൂടെ കിറ്റ് കൊണ്ട് മാത്രമല്ല ഇതിന്റെ എന്നാ പറയണ്ടേ, ഒരു സ്റ്റിയറിംഗ് ആംഗിളും വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് ബാർ ടൈപ്പ് മറ്റേ ക്ലിപ്പ് ഓൺ ഇതിൽ ഇരിപ്പ്, ഇതിന്റെ മറ്റേ എന്നാ പറയുന്നത് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വരുമതില്ല. R15 നിനക്ക് അത്രയും അൺസ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. R15 നല്ല സ്ട്രൈറ്റ് പോകുമ്പോൾ ഇത് സ്റ്റേബിൾ തന്നെയാണ്. സ്ട്രൈറ്റ് പോയിട്ട് നിനക്ക് ഇപ്പൊ ഒരു പെട്ടെന്നൊരു ഹമ്പ് ചാടുക, അപ്പോൾ ഒന്ന് മാറുമല്ലോ. അപ്പോൾ ഒരു പുളക്കിൽ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് സ്റ്റേബിൾ ആവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അത്രേ ഉള്ളൂ. പെട്ടെന്ന് അൺസ്റ്റേബിൾ ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഹൈവേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയല്ലേ, പ്യുവർ സ്ട്രീറ്റ് യൂസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം ആ ഒരു യൂസ് കേസ് നോക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ബൈക്കാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ബാക്ക് സസ്പെൻഷൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ആണ്. നല്ല സ്റ്റിഫാണ്. ഇരുന്നാൽ ഞാൻ 65 കിലോ ഉണ്ട്. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഞാൻ ഇരുന്നതായിട്ട് പോലും സസ്പെൻഷൻ അറിയുന്നില്ല. അതുപോലെ ഇച്ചിരി സ്റ്റിഫ്നെസ് ഉണ്ട്. പന്ന റോഡ് വന്ന് നീ കയറിപ്പോയി പിന്നെ നല്ല റോഡിൽ പോയി സീനില്ല. കണ്ടിന്യൂസ് ആയിട്ട് നീ ഒരു 10-25 കിലോമീറ്റർ പന്ന റോഡിൽ കൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നുന്ന സാധ്യത. കാരണം എന്താണോ റോഡിൽ നടക്കുന്നത് അത് നേരിട്ട് നിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ ഒരു ഗുണവശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ല ഫീഡ്ബാക്കാണ്. നിനക്ക് കോർണേഴ്സ് എടുക്കുന്ന സമയത്ത് വണ്ടി ഒരിക്കലും നിന്റെ കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ള ഫീൽ കിട്ടും. നൈസ്. അമ്മാതിരി കോൺഫിഡൻസ് തരും. പക്ഷേ എൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നീ കംഫർട്ട് സൈഡ് ചില സാക്രിഫൈസ് ചെയ്യും. ടാങ്ക് കപ്പാസിറ്റി 10 ലിറ്റർ സംതിങ് വരുന്നുള്ളൂ. 9.5 അത്രേ ഉള്ളൂ. അത് എങ്ങനെയുണ്ട്? അത് സിറ്റീസ് ഓക്കെയാണ്. പിന്നെ ഇതിന് മൈലേജ് ഉള്ളതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമല്ല. നമുക്ക് ലോങ് ടൂറിങ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സീനായിട്ട് വരുന്നില്ല. അത് ഈ ചെറിയ വണ്ടിയിൽ അത് ചെറിയ ടാങ്ക് ഒരു പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല, മൈലേജ് ഇവിടെ തരുന്ന സ്ഥിതിക്ക്. ഇത് R15 സെയിം എഞ്ചിനായിട്ട് വെച്ചേക്കുന്നത്. ബാക്കിലത്തെ സ്പ്രോക്കറ്റ് കൂട്ടി, അപ്പോൾ പിന്നെ ടോർക്കും പരിപാടികൾക്കും അത് ബോട്ടം എൻഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ വേണ്ടെന്നേ. അതിനങ്ങനെ ട്രാക്ഷൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ടോർക്കൊന്നും ഇല്ലടാ. എത്ര പോയാലും 14 NM ക്രാങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക്. അത് വീലി വരുമ്പോൾ വീണ്ടും ട്രാൻസ്മിഷൻ ലോസ് വരും. ചിലപ്പോൾ നിനക്ക് 12 or 13 ഒക്കെ ചിലപ്പോൾ വീലി കിട്ടാറുള്ളൂ. എനിക്ക് എൻ്റെ റോണിന് 19.9 NM ടോർക്ക് വന്നിട്ട് അതിന് വീലി കിട്ടുന്ന എത്രയാണെന്നറിയാമോ? അത് 14 എന്തോ ഉള്ളൂ. അത്രയും കുറയുന്നുണ്ടായിരുന്നു. 14 16 എന്തോ അത്രയും കുറവ് വരുന്നുണ്ട്. 16 കൂട്ടിക്കണേ, 13 14. അതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടോ? ഇല്ല. അതിന് കൊടുക്കണ്ടായിരുന്നു. അതിന് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ടോർക്കുണ്ടോ വീൽസിന്. സർവീസ് എങ്ങനെയായിരിക്കും? സർവീസ് ഇപ്പോൾ ബ്രേക്ക് പാഡ് പോലുള്ള സാധനങ്ങൾക്ക് മാറുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നണം. യമഹയ്ക്ക് കമ്പാരിറ്റീവ്ലി പാർട്സിൻ്റെ വില ഇച്ചിരി കൂടുതലാണ് മറ്റ് ഇന്ത്യൻ ബ്രാൻഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ 4500-5000 സർവീസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിൽ വലിയ കുഴപ്പമില്ല. മൈലേജ് ഉള്ളതുകൊണ്ട് നിനക്കത് അവിടെ കോമ്പൻസേറ്റ് ആയി പൊക്കോളും. വലിയ അങ്ങനെ എക്സ്പെൻസീവ് ജനറൽ സർവീസ് എന്നുള്ള രീതിക്ക് വരത്തില്ല. അപ്പോൾ എന്തായാലും MT-15 2025 മുകളിൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാം, വീഡിയോ കാണുന്ന മറ്റ് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്നുള്ളത്. നമുക്കതിൽ ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. 2 പേര് ഈ പറഞ്ഞ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ തന്നെ പോകാനായിട്ടുള്ള നൈസ് ഒരു ബൈക്കാണ്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓൾ ഡേ നിങ്ങൾക്ക് ഇതിന് ഇറങ്ങാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ തോന്നുന്നൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സിറ്റിയിലാണ് കൂടുതൽ ഓടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മോസ്റ്റ് ഓഫ് യുവർ ടൈം സിറ്റിയിലാണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അടുപ്പില്ല. നിങ്ങൾ രാവിലെ ഓഫീസിൽ വരെ പോകുന്ന പോക്കും തിരിച്ച് ഓഫീസിൽ നിന്ന് വരുന്ന വരവും, അല്ലെ കോളേജിൽ പോകുന്ന പോക്ക് കോളേജിൽ നിന്ന് തിരിച്ച് വരുന്ന വരവും നന്നായിട്ട് ഈ ബൈക്കിൽ എൻജോയ് ചെയ്യും. നിങ്ങൾ സ്വിഗ്ഗി റൈഡേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാം. അവർക്കൊന്നും ചെയ്യില്ല. അവർക്ക് അടിപൊളിയായിരിക്കും. അവരുടെ ജോലി എങ്ങനെ അവർക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. മൈലേജും കിട്ടും, നിങ്ങൾക്ക് പെർഫോമൻസും ഉണ്ട്. സോ നിങ്ങൾക്ക് ഡെലിവറി ടൈമും കുറയ്ക്കാൻ വേണം. എന്തെങ്കിലും ഓട്ടുന്ന പിള്ളേരല്ലേ ലൈൻ കട്ട്